നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കാലുകളുടെ ബലക്കുറവിനെ പറ്റിയിട്ടുള്ളതാണ്. കാലുകൾക്ക് ഏത് രീതിയിൽ നമുക്ക് ബലം കൂട്ടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ രണ്ടാമത്തെ ഹൃദയമായിട്ടാണ് കാഫ് മസിൽസിനെ കാണപ്പെടുന്നത്. ഈ കാഫ് മസിൽസിന്റെ സ്ട്രെങ്ത് അഥവാ ബലം കൂട്ടാൻ വേണ്ടി സഹായകരമാകുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 5 എക്സസൈസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നതിലൂടെ കാഫ് മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും ഇതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടും സഹായകരമാകുന്നതാണ്. ഏത് ഭക്ഷണമാണ് കാലുകൾക്ക് ബലം കൂട്ടാൻ വേണ്ടി സഹായകരമാകുന്നത് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അതിനാൽ തന്നെ വീഡിയോ ലാസ്റ്റ് വരെയും കാണുക. നമ്മുടെ ശരീരത്തിലെ രണ്ടാമത്തെ ഹൃദയമായിട്ടാണ് കാഫ് മസിൽസിനെ കാണപ്പെടുന്നത്. ഇതിന് കാരണം നമ്മുടെ ശരീരത്തിലെ ഹൃദയം ശുദ്ധരക്തങ്ങളെ പമ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്ക് എത്തുകയും ഇതിലൂടെ നമുക്ക് തിരികെ നമുക്ക് ആ ഒരു അശുദ്ധ രക്തങ്ങളൊക്കെ തന്നെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. കാഫ് മസിൽസ് നമ്മൾ ഓടുക, നടക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്താണ് കാഫ് മസിൽസിന്റെ വാൾവുകൾ, ഇതിലെ ഒരു വാൾവുകൾ ഉണ്ട്, വാൾവുകൾ ഓപ്പൺ ആവുകയുള്ളൂ. ഈ ഒരു സമയത്താണ് നമ്മുടെ ശരീരത്തിലെ അശുദ്ധ രക്തങ്ങൾ ഹൃദയത്തിലേക്ക് എത്തുന്നത്. എന്നാൽ നമ്മൾ അനങ്ങാതെ കുറേ സമയം ഇരിക്കുകയാണ്, അല്ലെങ്കിൽ കാലൊന്നും അനക്കാതെ തന്നെ ഒരുപാട് സമയം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും കാലുകൾക്ക് വേദനകൾ വരാറുണ്ട്, ചിലർക്ക് നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ തന്നെ ഈ ഒരു ഭാഗത്ത് അശുദ്ധ രക്തങ്ങൾ കെട്ടിക്കിടക്കുന്നതിന്റെ പ്രശ്നങ്ങളായിട്ട് വരാം. മൂവ്മെന്റ്സ് കുറവാവുന്നതിലൂടെ സർക്കുലേഷൻസും കുറവായിട്ട് വരികയും ഇതിലൂടെ നമുക്ക് PAD പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി നിങ്ങളുടെ കാലുകൾക്ക് ബലക്കുറവുണ്ടോ എന്നുള്ളത് ചില ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ കാലുകൾക്ക് ബലക്കുറവുണ്ട് അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് ബലക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾ കുറച്ചു ദൂരം നടക്കുന്ന സമയത്ത് തന്നെ കാലുകൾക്ക് അമിതമായിട്ട് വേദനകൾ വരികയോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെൻഡൻസി വരിക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്തെന്ന് പറയുന്നത്, നടക്കുന്ന സമയത്ത് ബാലൻസ് കുറവായിട്ട് തോന്നുക എന്നുള്ളത്. ഇനി മൂന്നാമത്തത്, രാത്രി സമയങ്ങളിൽ അമിതമായിട്ട് കാലില് മസിൽ കയറുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇത് സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും കാലുകളുടെ ബലക്കുറവിനെ സൂചിപ്പിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ കാഫ് മസിൽസിന്റെ സ്ട്രെങ്ത് കുറവായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഈ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി നോർമലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നടക്കുക, ഓടുക, അല്ലെങ്കിൽ ചാടുക തുടങ്ങിയിട്ടുള്ള എക്സസൈസുകളിലൂടെയും ഈ ഒരു കാഫ് മസിൽസിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നതാണ്. എന്നാൽ ഇത് പലപ്പോഴും ഒരു ഏജ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സിന് ശേഷമൊക്കെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ എളുപ്പത്തിലും ഒരു കസേരയുടെ സഹായം മാത്രം കൊണ്ട് നമ്മുടെ കാഫ് മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന 5 എക്സസൈസുകളാണ് ഇന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് കാഫ് റേസിംഗ് എക്സസൈസ് ആണ്. നമ്മൾ ഒരു ഭിത്തിയുടെ സഹായത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഒരു ജനൽ കമ്പിയിലോ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൈ പിടിക്കാവുന്നതാണ്. ഇതിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ചെയറിൽ മാത്രം കൈ പിടിച്ചുകൊണ്ട് ഇതുപോലെ നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗം നമ്മൾ മുകളിലേക്ക് ആക്കുക. അതുപോലെ കാൽ പാദത്തിന്റെ ഭാഗം അവിടെ അമർത്തി പിടിച്ചുകൊണ്ട് മുകളിലേക്കും താഴത്തേക്കുമായിട്ട് നിങ്ങൾ ശരീരം മുഴുവനായിട്ടും ഒന്ന് ലിഫ്റ്റ് ചെയ്യേണ്ടതാണ്. ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. എന്നാൽ വളരെ സ്പീഡായിട്ടുള്ള രീതിയിൽ ചെയ്യരുത്, സ്ലോ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക. ഇതുപോലെ ഒരു 10 തൊട്ട് 20 തവണ നിങ്ങൾ ദിവസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഫ് മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഇത് അത്യാവശ്യം കുറച്ച് സ്ട്രെങ്ത് ഉള്ളവർക്ക് ഇതുപോലെ ഭിത്തിയിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ജനൽ കമ്പിയിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം മൂലവും നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും അടുത്ത് നമ്മൾ നിർത്തിയതിനു ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യാൻ പാടുള്ളൂ. വളരെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ മാത്രം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി ആദ്യത്തെ ദിവസം. അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും എണ്ണം കൂട്ടി ഏകദേശം ഒരു ദിവസം 10 തൊട്ട് 20 തവണയെങ്കിലും ഇത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ്. ഇതേ സെയിം ആയിട്ടുള്ള എക്സസൈസ് ആണ് നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാഫിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇരുന്നു കൊണ്ടും ഇതുപോലെ നമ്മൾ മുട്ടിന്റെ ഭാഗം നമ്മൾ നന്നായിട്ട് ഉയർത്തുക, ഈ ഒരു കാൽപാദത്തിന്റെ ഭാഗം ഉയർത്തുക, അതുപോലെ നമ്മൾ താഴ്ത്തി വെക്കുക. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ഒരു 10 തൊട്ട് 20 തവണ വരെ നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും നിങ്ങളുടെ കാഫ് മസിൽസിന്റെ ആ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഇനി മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് ആംഗിൾ സർക്കിൾസ് എക്സസൈസ് ആണ്. ഇത് നമ്മുടെ ആ ഒരു ഉപ്പൂറ്റിയുടെ ഭാഗം മുഴുവനായിട്ടും നമുക്ക് ഒരു സർക്കുലർ മോഷനിൽ തിരിക്കുക എന്നുള്ളതാണ്. ഇതും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാം. നിങ്ങൾക്ക് TV കാണുന്ന സമയത്തൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സൈഡിലേക്ക് ക്ലോക്ക് വൈസ് ആയിട്ടുള്ള സൈഡിൽ ഒരു 5 തവണ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുക. വീണ്ടും തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചിട്ട് നിങ്ങൾ ഒരു 5 തവണ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാലുകൾക്ക് നീരുള്ളവർ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേദനകൾ അമിതമായിട്ട് എടുക്കാത്ത രീതിയിൽ ചെറിയ രീതിയിൽ വേണം മൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. തുടക്കം തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ
ചെയ്യേണ്ടതില്ല. ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ്സ് കൊടുക്കുക. 5 തവണ ഒരു ഭാഗത്തേക്കും 5 തവണ അടുത്ത ഭാഗത്തേക്കും. 2 കാലുകൾക്കും ഈ എക്സസൈസ് ബാധകമാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്തത് ടോ സ്ക്വീസ് എക്സസൈസ് ആണ്. ഇത് നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ബെഡിലൊക്കെ കാലൊക്കെ നിവർത്തി ഇരുന്നിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്കൊന്ന് സ്ക്വീസ് ചെയ്തിട്ട് ആ ഒരു കാലിന്റെ വിരലിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ ഒന്ന് സ്ക്വീസ് ചെയ്ത് ഒന്ന് ചുരുട്ടിയിട്ടുള്ള രീതിയിലും അതുപോലെ നേരെയാക്കുക. ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കാലുകളിലേക്കുള്ള രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാനും തരിപ്പ്, മരവിപ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്കും ഈ ഒരു ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഈ എക്സസൈസ് ഏറെ ഗുണം ചെയ്യുന്നതാണ്. ഇനി അവസാനത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ബെഡിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ യോഗ മാറ്റിൽ ഇരുന്നുകൊണ്ടോ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു തോർത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ വലിച്ചു പിടിക്കുക. കാലിന്റെ ആ ഒരു ഭാഗത്തേക്ക് തോർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരുപാട് വേദനയുള്ള രീതിയിൽ വലിക്കരുത്, ചെറിയ രീതിയിൽ ഒന്ന് വലിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ഹോൾഡ് ചെയ്യുക. ഒരു 5 പ്രാവശ്യം മനസ്സിൽ എണ്ണുക. അതിനുശേഷം നമ്മൾ റിലീസ് ചെയ്യുക. വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഒരു 5 പ്രാവശ്യം മനസ്സിൽ എണ്ണുക. വീണ്ടും ഇത് റിലീസ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 തവണ നിങ്ങൾ ദിവസത്തിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ്. ഇത് 2 കാലിലും റിപ്പീറ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടതാണ്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നോ ആ സമയങ്ങളിലൊക്കെ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിലും ഈ ഒരു കാഫ് മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടും അതുപോലെ ഈ ഒരു രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടും സഹായിക്കുന്നതാണ്. മേൽ പറഞ്ഞിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് ആ എളുപ്പം തോന്നുന്ന 3 എക്സസൈസുകളെങ്കിലും നിങ്ങൾ ദിവസേന ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി അടുത്തത് കാലുകളിലേക്കുള്ള രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാനും കാലുകൾക്ക് ബലം കൂട്ടാൻ സഹായകരമാകുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഏറ്റവും ആദ്യം ബദാമാണ് വരുന്നത്. അപ്പൊ ബദാം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ന്യൂട്രിയൻസിന് വേണ്ടി പ്രത്യേകിച്ച് വിറ്റമിൻ ഇ, ഏജിങ് ഫാക്ടേഴ്സ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ബദാം മിൽക്ക് ആയിട്ടുള്ള രീതിയിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ പ്രോട്ടീൻ ലഭിക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് ഏകദേശം ഒരു ദിവസം നമ്മൾ 6-7 ബദാം തലേ ദിവസം കുറച്ച് വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക, ഒന്ന് കുതിർത്ത് വെക്കുക. പിറ്റേ ദിവസം അതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് ബദാം മിൽക്ക് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ നോർമൽ പശുവിൻ പാലിനെ കഴിഞ്ഞും ഏറ്റവും ഗുണകരമാണ് ബദാം മിൽക്ക് കുടിക്കുന്നത്. പ്രത്യേകിച്ച് കാലുകൾക്ക് സ്ട്രെങ്ത് കൂട്ടാനും മസിൽ വേസ്റ്റിങ്ങിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവർക്കും ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെയാണ് തേങ്ങാപ്പാൽ നമ്മൾ കഴിക്കുന്നതും ഇതേ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടും നല്ല ഫാറ്റ് നമ്മുടെ ശരീരത്തിന് ലഭിക്കാനും ഇത് ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പാല് കുടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻസ് ആണ് ഒന്ന് ബദാം മിൽക്കും അതുപോലെ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ കഴിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, മുട്ട, മീന്, പ്രത്യേകിച്ച് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീനുകൾ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. മത്തി, അയല, ചൂര, കണവ, കിളിമീന്, ചെറിയ നെത്തോലി തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളതാണ്. ഇവ കഴിക്കാം. ഇതിന് പകരമായിട്ട് സീഡ്സുകൾ കഴിക്കുന്നത്, മീനുകൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ സീഡ്സുകൾ കഴിക്കുന്നതും ഏറെ ഗുണകരമാണ്. സൺഫ്ലവർ സീഡ്, സൂര്യകാന്തിയുടെ വിത്ത് നല്ലതാണ്. ചിയ സീഡ് നല്ലതാണ്. ഫ്ലാക്സ് സീഡ് നല്ലതാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കാലുകൾക്ക് സ്ട്രെങ്ത് നൽകുന്നത് പംകിൻ സീഡ് അഥവാ മത്തന്റെ കുരുവാണ് ഏറ്റവും ഗുണകരം. കാരണം ഇതിലെ മഗ്നീഷ്യത്തിന്റെ അളവ് ഉയർന്ന അളവിലും അതുപോലെ സിങ്കും നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇവ രണ്ടും തന്നെ മസിൽ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്ന മിനറൽസുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു സ്പൂൺ അളവ് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അളവ് മത്തന്റെ കുരു ഒന്ന് വറുത്തതിന് ശേഷം നന്നായി ചവച്ചരച്ച് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇങ്ങനെ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഷെയ്ക്ക് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ സാലഡ്സിന്റെ ഒക്കെ കൂട്ടത്തിൽ ഇത് ഫ്രൂട്ട്സിൽ ഏറ്റവും നല്ലത് അവക്കാഡോ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ്. കാരണം ഈ ഒരു അവക്കാഡോയിൽ ഗുഡ് ഫാറ്റ് നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനും നല്ലതാണ്. അതുപോലെ കാലുകളിലേക്ക് ആ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഫൈബറും നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ അവക്കാഡോ കഴിക്കാം. ഇനി അവക്കാഡോന് തുല്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഒന്ന് ആപ്പിൾ ആണ്. ആപ്പിളിലും സമൃദ്ധമായിട്ടുള്ള രീതിയിൽ എല്ലാ വിറ്റമിൻസുകളും മിനറൽസുകളും അടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫൈബർ കണ്ടന്റും നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പ്രോട്ടീൻ ലഭിക്കാൻ വേണ്ടി പയർ വർഗ്ഗങ്ങൾ കഴിക്കുന്നതും ഏറെ നല്ലതാണ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യുകയും ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണ രീതികൾ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ ലഭിക്കുന്നതാണ്. ഇപ്പൊ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.